ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദയ്ക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി എല്ലാവരും കൂടി പോവാൻ തീരുമാനിക്കുമ്പോൾ രഞ്ജിത്ത് പറയണ് സൂര്യയും നന്ദിനിയും കൂടി വേണമെന്ന് പറയണ്. അപ്പോൾ സൂര്യ പറയണ് ഞാൻ വരണമെന്നുണ്ടെങ്കിൽ നന്ദിനി എന്നെ ഏട്ടാ എന്ന് വിളിക്കണം, എങ്കിൽ മാത്രമാണ് ഞാൻ വരികയുള്ളൂ. അത് കേട്ടപ്പോൾ നന്ദിനിക്ക് പിന്നെ നിവൃത്തിയില്ലാതാവാണ്. അങ്ങനെ രഞ്ജിത്തിനോട് പറയണേ, രഞ്ജിത്ത് നീ കൂടി പറയും നന്ദിനിയോട് എന്നെ ഏട്ടാ എന്ന് വിളിക്കാണ്, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും വരില്ല. അത് കേട്ടപ്പോൾ രഞ്ജിത്ത് പറയണേ, നന്ദിനി നീ സൂര്യയെ ഏട്ടാ എന്ന് വിളിച്ചേക്ക്, അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, നീ എന്തിനാണ് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? അങ്ങനെ എല്ലാവരും നിർബന്ധിക്കുന്നത് കണ്ടപ്പോൾ നന്ദിനിക്ക് പിന്നെ നിവൃത്തിയില്ലാതെ നാണത്തോടു കൂടി ഏട്ടാ എന്ന് വിളിക്കാൻ ഒരുങ്ങാണ്. അപ്പോൾ നന്ദിനിയോട് സൂര്യ ചോദിക്കുകയാണ്, വേദയ്ക്കുള്ള ഡ്രസ്സ് എടുക്കാൻ നമുക്ക് ഒരുമിച്ച് പോയാലോ നന്ദിനി എന്ന് ചോദിച്ചപ്പോൾ ആ ശരി ഏട്ടാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് നാണത്തോടു കൂടി ഏട്ടാ എന്ന് സൂര്യയെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്ദിനി അവിടെ നിന്ന് അങ്ങ് പോവാൻ കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്ദിനി ഏട്ടാ എന്ന് സൂര്യയെ വിളിച്ചതോടുകൂടി സൂര്യക്ക് വല്ലാത്ത സന്തോഷമാവാണ്. അങ്ങനെ നന്ദിനി പോയി കഴിഞ്ഞ ശേഷം സൂര്യ ഒരു പർവ്വതം കീഴടക്കിയ മട്ടിൽ എല്ലാവർക്കും മുന്നിൽ ഒരുപാട് സന്തോഷിച്ച് പറയുകയാണ്, എന്നെ ഏട്ടാ എന്ന് വിളിച്ചു രഞ്ജിത്ത്, എന്നെ ഏട്ടാ എന്ന് നന്ദിനി വിളിച്ചു. അളിയ കേട്ടില്ലേ, എന്നെ ഏട്ടാ എന്ന് വിളിച്ചു. അച്ഛാ കേട്ടില്ലേ, നന്ദിനി എന്നെ ഏട്ടാ എന്ന് വിളിച്ചത്. അച്ഛന് ഈ വക ഭാഗ്യമൊന്നും കിട്ടിയില്ലല്ലോ. അത് കേട്ടപ്പോൾ പത്മയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് പത്മ പറയണേ, ഇനി എന്ത് കാണാനാണ് ഇവിടെ ഇരിക്കുന്നത്, പെട്ടെന്ന് എല്ലാവരും പോയി ഡ്രസ്സ് മാറ് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി എണീറ്റ് പോവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പോവുകയാണ്. അപ്പോൾ ഹരിതയ്ക്കൊക്കെ നല്ല ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ഹരിതയൊക്കെ പോകുമ്പോൾ സൂര്യ കളിയാക്കിയിട്ട് പറയാണ്, എന്നെ ഏട്ടാ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിങ്ങനെ ഉറക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പോവുകയാണ് കേട്ടോ. യതീന്ദ്രൻ അടക്കം എല്ലാവരും ഡ്രസ്സ് മാറാൻ പോവുകയാണ്. അങ്ങനെ ഹാളിൽ സൂര്യയും വിജയനും രഞ്ജിത്ത് മാത്രമാവാണ്. അപ്പോൾ രഞ്ജിത്ത് പറയണ, അല്ല അവരിനിപ്പോൾ ഡ്രസ്സ് മാറി വരാൻ ഒരുപാട് സമയമെടുക്കും, അതിൻ്റെ മുന്നേ നമുക്കൊന്ന് കളിച്ചാലോ. അപ്പോൾ സൂര്യ എന്ത് കളി? അപ്പോൾ വിജയനും പറയണ, എന്ത് കളിയാണാവോ, അവരിനി എന്തായാലും ഡ്രസ്സ് മാറി വരാൻ ഒരുപാട് സമയമെടുക്കും രഞ്ജിത്ത് പറഞ്ഞതുപോലെ. അല്ല നമുക്കൊന്ന് ക്രിക്കറ്റ് കളിച്ചാലോ, ഞാൻ അവിടെ ഫുട്ബോളും ബാറ്റും ഒക്കെ കണ്ടു, നമുക്കൊന്ന് ജസ്റ്റ് തമാശയായിട്ട് കളിച്ചാലോ സൂര്യ. അപ്പോൾ സൂര്യ പറയണേ, ഞാനപ്പോൾ ഈ കളിയുടെ ടച്ചൊക്കെ വിട്ട് ഒരുപാടായി. ആ ഞാനും അങ്ങനെ തന്നെയല്ലേ, അല്ലാതെ ഇന്നലെ ഞാൻ ഇൻ്റർനാഷണൽ കളി കഴിഞ്ഞ് വന്നതൊന്നുമല്ലല്ലോ, ഒന്ന് വെറുതെ ഇരിക്കും സൂര്യ എന്ന് പറയണേ. അങ്ങനെ വിജയനും സൂര്യയും രഞ്ജിത്തും കൂടി ഒന്ന് ജസ്റ്റ് കളിക്കാമെന്ന് കരുതിയിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഈ സമയം വേദയ്ക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ഇന്ദ്രജ. എന്നിട്ട് പറയണേ, രഞ്ജിത്തിൻ്റെ സ്വഭാവം എല്ലാം തന്നെ നല്ലത് തന്നെയാണ്, രഞ്ജിത്തിന് ഒരു ചെറിയ ചായ്വ് നന്ദിനിയോടുണ്ട്, അത് ഇല്ലാതാക്കുകയാണ് ഇനി വേദ നിൻ്റെ ലക്ഷ്യം. കല്യാണത്തലേന്നാണ് നിനക്ക് ഉപദേശമൊക്കെ തരേണ്ടത്, പക്ഷെ ഞാനിപ്പം തന്നെ തരുന്നു. രഞ്ജിത്തിൻ്റെ സ്വഭാവത്തിലൊക്കെ നല്ല ഗുണങ്ങളുണ്ട്, എല്ലാവിധ സ്വഭാവമുണ്ട്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നതുമുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം വേദ നീ ശ്രദ്ധിക്കണം, ആ നന്ദിനിയോടുള്ള അടുപ്പം അത് ഇല്ലാതാക്കണം. എന്തിനാണ് നന്ദിനിയെ വെറുതെ ഒരു പരിഗണനയൊന്നും അവൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നീ അക്കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നിന്റെ കൺട്രോളിലായിരിക്കണം രഞ്ജിത്ത് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ മമ്മിയുടെ കാര്യം തന്നെ നീ നോക്ക്, ഡാഡിയെ മമ്മിയുടെ കൺട്രോളിലാണുള്ളത്, മമ്മി പറയുന്നതിൻ്റെ അപ്പുറം ഡാഡിക്ക് പിന്നെ ഒന്നും പറയാനില്ല. അതുപോലെ എനിക്ക് പിന്നെ വിജയൻ്റെ കാര്യത്തിലാണ് പറയാനുള്ളത്, വിജയൻ ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം വേറൊന്നും പറയില്ല, വിജയന് സാമ്പത്തികമായി ഒന്നും ഇല്ലെങ്കിലും വിജയൻ ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും പറയില്ല. അതുപോലെ രഞ്ജിത്തിൻ്റെ കാര്യത്തിലും നിൻ്റെ കയ്യിലായിരിക്കണം കൺട്രോൾ ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ് ചേച്ചി, എൻ്റെ കയ്യിൽ തന്നെയായിരിക്കും രഞ്ജിത്തിൻ്റെ കൺട്രോൾ ഉണ്ടാവുക. രഞ്ജിത്തിന് നല്ല ഗുണങ്ങളുണ്ട് എന്ന് പറയാൻ കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന സമയത്ത് എനിക്ക് ഫ്ലൈറ്റ് യാത്രയെക്കുറിച്ച് രഞ്ജിത്തിനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പൈലറ്റ് ആവാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ് നീ ആ കോഴ്സ് പഠിച്ചോ എന്നാണ് രഞ്ജിത്ത് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ രഞ്ജിത്ത് നിൽക്കുന്നുണ്ട്, അതാണ് എനിക്ക് അവനിൽ കണ്ട ഒരു ഗുണം തോന്നിയത് എന്നൊക്കെ വേദ തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ദ്രജ ഡ്രസ്സ് മാറാൻ വേണ്ടി പറയാണ് വേദയോട്. അങ്ങനെ ഇന്ദ്രജ പോയി കഴിഞ്ഞ ശേഷം വേദ മനസ്സിൽ ചിന്തിക്കുകയാണ്, ചേച്ചി പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ, എനിക്ക് വേദയ്ക്ക് വേദയുടേതായ സ്റ്റൈലുണ്ട് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ വേദ ഇരിക്കുന്നത്. ഈ സമയം നന്ദിനി കിച്ചണിലേക്ക് ചെല്ലുകയാണ് രാജുവേട്ടനെ സഹായിക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ ഇവരൊക്കെ ഡ്രസ്സ് മാറി വരാൻ ഒരുപാട് സമയമെടുക്കും രാജുവേട്ട, നമുക്ക് എന്തായാലും പോകുന്നതിൻ്റെ മുന്നേ പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ ആക്കി വെക്കാമെന്ന് പറയുമ്പോൾ, പൊന്നു നന്ദിനി മോളെ നീ ഇവിടേക്ക് വരല്ലേ, സൂര്യ സാർ ഇതറിഞ്ഞാൽ എൻ്റെ കാലത്ത് വെട്ടിയെടുക്കും, അതുകൊണ്ട് മോൾ എന്തായാലും ഇവിടെ കിച്ചണിൽ വന്ന് ഒരു ജോലിയും ചെയ്യേണ്ട, ഈ രാജുവേട്ടൻ തന്നെ എല്ലാം ചെയ്തോളാം. എന്താ രാജുവേട്ട ഈ പറയുന്നത്, സൂര്യ സാർ അങ്ങനെ പലതും പറയും, പക്ഷേ എനിക്ക് രാജുവേട്ടനെ സഹായിച്ചേ പറ്റൂ, രാജുവേട്ടൻ ഇങ്ങ് മാറിക്കേ, ഞാൻ പെട്ടെന്ന് എല്ലാതും ചെയ്തു തരാം. മോളെ നീ പറയുന്നതൊന്ന് കേൾക്ക്, സൂര്യ സാർ ഇതറിഞ്ഞാൽ എൻ്റെ തല പിന്നെ ഉണ്ടാവില്ല,
തല പോയാലും പിന്നെ സൂര്യ സാറ് പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ കൃത്യമായിട്ട് അത് ഫിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് നന്ദിനി സഹായിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ രഞ്ജിത്തിനെ കുറിച്ച് രാജു പറയുകയാണ്, അവർ 3 പേരും കൂടി കളിക്കാൻ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അല്ല രഞ്ജിത്ത് സാറിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മോളെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടില്ലേ, സൂര്യ സാറിന് ഏട്ടാ എന്ന് വിളിച്ചത് അത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് നന്ദിനി മോളെ. എനിക്കൊന്ന് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഒന്നുകൂടി നീ ഏട്ടാ എന്ന് സൂര്യ സാറിനെ വിളിച്ചത്. നീ ഒന്നുകൂടി പറഞ്ഞ മോളെ. രാജുവേട്ടാ, ഞാൻ അപ്പോഴേ വിളിച്ചത് അത് എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. അത്രയ്ക്ക് നാണത്തോടെയാണ് ഞാൻ ഏട്ടാ എന്ന് വിളിച്ചത്. എങ്ങനെയാണാവോ ഞാനത് വിളിച്ചത്. ഇനിയൊന്നും എന്നെക്കൊണ്ട് അങ്ങനെ വിളിക്കാൻ വയ്യ സൂര്യ സാറിന്. മോളെ, നീ ഏട്ടാ എന്ന് വിളിച്ചതിൽ സൂര്യ സാർ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. സൂര്യ സാറിന് എന്നെ അത്രമാത്രം അധികം സ്നേഹിക്കുന്നുമുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതൊക്കെയുണ്ട്. സൂര്യ സാറിന് എന്നെ വലിയ ഇഷ്ടം തന്നെയാണ്. ഒപ്പം രഞ്ജിത്ത് സാറിനും എന്നോട് ഒരു പരിഗണനയൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയാണ്. രഞ്ജിത്ത് സാറിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ വിജയൻ സാറിൻ്റെ സ്വഭാവം പോലെ ആവണമെന്നില്ല, അഭിപ്രായം ഉണ്ടാവാനാണ് സാധ്യത. അങ്ങനെ ആകുമ്പോൾ വേദയുടെ വിവാഹം കഴിഞ്ഞാൽ രഞ്ജിത്ത് സാറിന് വേറൊരു അഭിപ്രായമാവും. അതോടുകൂടി ഈ വീട്ടിൽ എന്നും വഴക്കായിരിക്കും. വിജയൻ സാറിനെ പോലെ ഒരാളെ മതിയായിരുന്നു വേദയ്ക്ക് കൂടി നോക്കേണ്ടത്. അപ്പോൾ നന്ദിനി പറയണേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. രഞ്ജിത്ത് സാറ് വേദയെ ഒരുപാട് സ്നേഹിക്കും. കണ്ടോ രാജുവേട്ടൻ, അവരിപ്പോൾ ഏതായാലും 3 പേരും കൂടി ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോയിരിക്കല്ലേ. അളിയന്മാർ തമ്മിലൊന്ന് പരിചയമായിക്കോട്ടെ, അത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് എന്ന് നന്ദിനി രാജുവിനോട് പറയട്ടോ. ഈ സമയം കളിയെക്കുറിച്ച് സൂര്യയും രഞ്ജിത്തും വിജയനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും കളിക്കുന്നതിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ സൂര്യ, നമുക്ക് 3 പേർക്കും മാറി മാറി അങ്ങ് കളിക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ വിജയൻ പറയണേ, എനിക്കിപ്പോൾ കളിയോടുള്ള ടച്ചൊക്കെ വിട്ടതാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ബാറ്റ് ചെയ്യാനും ബൗൾ ചെയ്യാനൊന്നുമില്ല, ഞാൻ ഒരു കീപ്പറായി നിന്നോളാം. അത് കേട്ടപ്പോൾ അത് ശരിയാണ്, എങ്കിൽ നമുക്ക് 2 പേർക്കും അങ്ങ് മത്സരം തുടങ്ങാം എന്ന് രഞ്ജിത്ത് ഒരു വാശിയോട് കൂടിയാണ് കേട്ടോ. സൂര്യയെ തരം താഴ്ത്താം എന്നുള്ള ഉദ്ദേശത്തിലാണ് രഞ്ജിത്ത് സൂര്യയോട് കളിക്കുന്നത്. ഫണ്ണി ആയിട്ടാണ് സൂര്യ ഉദ്ദേശിക്കുന്നത്. പക്ഷേ രഞ്ജിത്ത് അങ്ങനെ ഒരു മനസ്സോട് കൂടിയല്ല കേട്ടോ. സൂര്യയെ എങ്ങനെയെങ്കിലും എല്ലാവർക്കും മുന്നിൽ നാണം കെടുത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കളിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോഴത്തേക്കും അവിടേക്ക് ഹരിത വരികയാണ്. എന്നിട്ട് ഹരിത പറയണ, അത് ശരി, നിങ്ങൾ 2 പേരുമുള്ള കളിയാണോ? എങ്കിലിപ്പോൾ സൂര്യ എന്തായാലും തോൽക്കാനാണ് സാധ്യത. കാരണം എൻ്റെ രഞ്ജിത്തിനെ കുറിച്ച് നിങ്ങൾക്കാർക്കും അറിയില്ല. രഞ്ജിത്ത് ആ കളിയിൽ അത്രയ്ക്ക് പുളിയാണ് എന്നൊക്കെയാണ് കേട്ടോ ഹരിത രഞ്ജിത്തിനെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ പിന്നെ സൂര്യയ്ക്ക് വെല്ലുവിളി പോലെ തോന്നുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ പറയണ, ഞാനിതൊരു തമാശയ്ക്കാണ് കളിക്കാൻ ഒരുങ്ങിയത്, പക്ഷേ നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സൂര്യയും വിട്ടുതരില്ല. സൂര്യയും ഇത് സീരിയസ് ആയിട്ട് തന്നെ കളിക്കാമെന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും എല്ലാവരും ഡ്രസ്സ് മാറി പുറത്തേക്ക് വരികയാണ്. വേദയടക്കം വേദയും പത്മയും യതീന്ദ്രനും എല്ലാവരും വരികട്ടോ. അപ്പോൾ യതീന്ദ്രനോട് പറയണേ, എങ്കിൽ അച്ഛന് കൂടി വന്നോ കളിക്കാൻ എന്ന് പറയുമ്പോൾ എനിക്കേതായാലും വയ്യ. അപ്പോൾ ഉദയം പറയണേ, നമുക്ക് കൂടി ഇവരോടൊപ്പം കളിക്കാം. ഇല്ല, എന്നെ കൊണ്ട് വയ്യ, നിനക്ക് വേണമെങ്കിൽ കളിച്ചോ എന്ന് യതീന്ദ്രൻ പറയണേ. അപ്പോൾ അങ്ങനെ ഉദയം പറയും, എന്നാൽ ഞാനുമില്ല, ഇവരുടെ മത്സരം ഒന്ന് കണ്ടേക്കാം. അപ്പോൾ സൂര്യ പറയണേ, ഞാനിതൊരു ഫണ്ണി ആയിട്ടാണ് കളിക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും സംസാരം ഇതൊരു സീരിയസ് ആയിട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാനും ഇനി സീരിയസ് ആവുകയാണെന്ന് പറഞ്ഞ് അവരെ കളിക്കാൻ ഒരുങ്ങുകയാണ്. ഉദയനും രഞ്ജിത്തിനെ കുറിച്ച് നന്നായി പുകഴ്ത്തി പറയുകയാണ്. എൻ്റെ മോൻ രഞ്ജിത്തിന് ക്രിക്കറ്റിൽ അവനൊരു പുലിയാണ്, അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, അവനെ എല്ലാവരും അമേരിക്കയിലെ സച്ചിൻ എന്നൊക്കെയാണ് പറയാറുള്ളത്. അത് കേട്ടപ്പോൾ വിജയൻ പറയണേ, എന്നാൽ ഇന്ത്യയിലെ സച്ചിനാണ് സൂര്യ എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 പേരും കൂടിയുള്ള മത്സരമാണ്. അപ്പോൾ രഞ്ജിത്തും ഹരിതയും സൂര്യയെ തോൽപ്പിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് കളിക്കാൻ ഒരുങ്ങുന്നത്. പക്ഷേ രഞ്ജിത്തിന് ഇവിടെയും നാണം കെടേണ്ടി വരും സൂര്യയ്ക്ക് മുന്നിൽ. സൂര്യയാണ് ഈ കളിയിലും വിജയിക്കുക കേട്ടോ. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.